ഹേ ഓൾ വെൽക്കം ബാക്ക്. നമ്മളുടെ സൈറ്റിൽ ക്ലാസ്സസ് ആൻഡ് ക്വിസസ് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം learn.happel.in സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുമ്പോൾ ഡാഷ്ബോർഡ് എന്നൊരു ഓപ്ഷൻ കാണും. ഡാഷ്ബോർഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടിന്യൂ ലേണിംഗ് ഓപ്ഷൻ ഉണ്ടാവും. കണ്ടിന്യൂ ലേണിംഗ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കോഴ്സ് കണ്ടന്റ്സ് അവൈലബിൾ ആയിരിക്കും. ലൈക്ക് ഡിഫറെൻറ്റ് 5 സബ്ജക്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ കണ്ടന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നെയിം വൈസ് ആൻഡ് നമ്പർ വൈസ് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സെർച്ച് ബാറിൽ പോയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വീഡിയോ നമ്പർ 9 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടും. നമ്പർ മാത്രം വെച്ചല്ല, നമുക്ക് നെയിം വെച്ചിട്ടും സെർച്ച് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിൽ കണ്ടന്റ് എടുത്തിട്ട് അതിൽ നമുക്ക് നെയിം വെച്ച് സെർച്ച് ചെയ്യാം, നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പി ആണ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ പി വെച്ചിട്ടുള്ള വീഡിയോ ലിസ്റ്റൊക്കെ വരും. അതിൽ നിന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ആൻഡ് ഇപ്പോൾ ഫുൾ നെയിമാണ് കൊടുക്കുന്നതെങ്കിൽ ആ വീഡിയോ തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യാം. ആൻഡ് ഓൾസോ ഇതിൽ നമ്പർ വെച്ചിട്ടും സെർച്ച് ചെയ്യാം. ആ നമ്പർ നമ്മൾ സ്കെഡ്യൂൾ ഇടുമ്പോൾ നെയിം വിത്ത് നമ്പർ ആണ് തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സെർച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ കോഴ്സ് കണ്ടന്റ്സിൻ്റെ താഴെ തന്നെ എക്സാംസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആക്റ്റീവ് ആയിട്ടുള്ള ക്വിസസിൻ്റെ ലിസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വിസ് എടുത്തിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണിക്കും. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അതിൽ കവർ ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് സ്റ്റാർട്ട് എക്സാം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് എല്ലാം കിട്ടും. അത് വായിച്ചിട്ട് ഓപ്പൺ ചെയ്യാം. ആൻഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാൻ പറ്റും. ആൻഡ് താഴെ തന്നെ നമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഓർഡറിൽ പോവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾക്ക് നേവിഗേറ്റ് ചെയ്യാനും പറ്റും. ജസ്റ്റ് ആ ക്വസ്റ്റ്യൻ നമ്പർ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ നിങ്ങൾ എല്ലാം ചെയ്തുവെങ്കിൽ ആ ഗ്രീൻ കളർ ഫ്ലാഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സബ്മിറ്റ് ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. എസ് സബ്മിറ്റ് കൊടുക്കുക. എസ് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്സ് കിട്ടുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് റിവ്യൂ ആൻസേഴ്സ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത എക്സാം ആണെങ്കിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ റിവ്യൂ ആൻഡ് PDF ഓപ്ഷൻ കാണും. PDF ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് PDFs ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ ഇതിൽ ലീഡർ ബോർഡ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ടോപ്പ് പോയിന്റ്സ് ഉള്ള സ്റ്റുഡൻസിൻ്റെ പോയിന്റ്സും അവരുടെ നെയിംസ് ഇതിൽ കാണാൻ പറ്റും. ആൻഡ് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് വന്നാൽ സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. സപ്പോർട്ട് ക്ലിക്ക് ചെയ്തിട്ട് ടിക്കറ്റ് റേസ് ചെയ്താൽ മതി, നമ്മൾ അത് റീസോൾവ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ റേസ് എ ടിക്കറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങളുടെ സബ്ജക്റ്റും നിങ്ങൾക്ക് എന്താണ് ഇഷ്യൂ ഉള്ളതെന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ ഇഷ്യൂ റിസോൾവ് ചെയ്ത് തരും.